നിനക്കൊന്ന് തൗബ ചെയ്തുകൂടെ? കള്ളു കുടിച്ചിട്ടുണ്ടോ? പെണ്ണ് പിടിച്ചിട്ടുണ്ടോ? പലിശ തിന്നിട്ടുണ്ടോ? ഭർത്താവിനെ വഞ്ചിച്ചിട്ടുണ്ടോ? ഇതെല്ലാം വൃത്തികേടുകൾ ഞാനും നിങ്ങളും ജീവിതത്തിൽ ചെയ്തവരാട്. ഇതിങ്ങനെ ചുമന്നുകൊണ്ട് നടക്കണോ? ഇതൊക്കെ ഒന്ന് കഴുകണ്ടേ? നമുക്കൊന്ന് ശുദ്ധമാകണ്ടേ? നമുക്കൊന്ന് നല്ല രീതിയിൽ മരിക്കണ്ടേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ചെയ്തു പോയ പാപങ്ങളൊന്ന് കഴുകടാ ചെറുപ്പക്കാരാ. ഇത് പറയുമ്പോ നീ ചോദിക്കും, ഉസ്താദേ അല്ലാഹു എനിക്ക് പുറത്തു തരുവോ ഉസ്താദേ? അല്ല പുറത്തു തരുവടാ പൊന്നുമോനെ. അല്ലാഹു പറയുകയാണ്, കുല്യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. ഇതല്ലയല്ലേടാ പറഞ്ഞത്? പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. അല്ലാഹു പറയുന്നു, നബിയേ എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്ക് നബിയേ, അവരെത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും എന്നോടൊന്ന് ചോദിക്കാൻ പറ നബിയേ. അല്ലാരെന്നറിയുവോ? 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവരാ. സ്വന്തം പെമ്മക്കള് ജീവനോടെ കുടിച്ച് മൂടിയ അപരാധികൾക്ക് പുറത്തു കൊടുത്തവരാ നിന്റെ റബ്ബ്. പിന്നെ എന്തിനാടാ പേടിക്കുന്നത്? അതുകൊണ്ട് ചെയ്തത് നീ അല്ലാഹുവോട് പറയണം. കള്ളു കുടിച്ചെങ്കിൽ നീ പറയണം കുടിച്ചെന്ന്. വ്യഭിചരിച്ചെങ്കിൽ പറയണം വ്യഭിചരിച്ചെന്ന്. പലിശ തിന്നെങ്കിൽ പറയണം പലിശ തിന്നെന്ന്. ഒരു നാണവും വേണ്ട, ഒരു മടിയും വേണ്ട. ചെയ്തത് അല്ലാഹുവിന്റെ മുന്നിൽ നീ ഏറ്റു പറയടേ. പാപങ്ങൾ ഓരോ നെണ്ണി നീ കരയേണ്ടതാ. വിജനസ്ഥലം മതി നേറ്റവും പറ്റുന്നതാ. നീ ചെയ്ത തെറ്റിൻ്റെ ആഴമോർത്തിട്ടുണ്ടടാ നടി. നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി. ഇത് കണ്ടു നിന്നോടലിവ് റബ്ബിന് തോന്നണം. പടിവാതിലൊഴിയാതെവിടെയും നീ കരയണേ. ചെയ്തു പോയ പാപം അല്ലാഹുവിന്റെ മുന്നില് ഓരോന്നായി ഏറ്റു പറയണം. മണ്ണുവാരി തലയിലിട്ടിട്ട് കടന്ന് കരയടാ, കടന്ന് വിളിച്ചു കൂവടാ. അല്ലാഹുവിന് നിന്നോട് കരുണ തോന്നട്ടെ. നീ ഒരു ഭ്രാന്തനെ പോലെ അല്ലാഹുവേ നീ കടന്ന് നിലവിളിക്കുന്നത് കാണുമ്പോ അല്ലാഹുവിന് നിന്നോട് കരുണ തോന്നട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മോനെ കള്ളു കുടിച്ചെന്ന് പറഞ്ഞിട്ട്, വ്യഭിചരിച്ചെന്ന് പറഞ്ഞിട്ട്, പലിശ ചെയ്ത് കുടിത്തിന്നെന്ന് പറഞ്ഞിട്ട്, ഒരുപാട് വൃത്തികേടുകൾ ചെയ്തു. നന്നാകാൻ മനസ്സില്ലാതെ നടക്കല്ലേടാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയുകയാ, മോളെ ഒരുപാട് പാപം നീ ചെയ്യുന്നുണ്ട്, ആരും അറിയുന്നില്ല, അത് രഹസ്യമായിട്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ നിന്നോട് ചോദിക്കുകയാ, ഓരോ പ്രാവശ്യവും നീ രക്ഷപ്പെടുന്നത് നിന്റെ ബുദ്ധിയാണെന്ന് നീ കരുതരുത്. ചെറുപ്പക്കാരാ, ഓരോ പ്രാവശ്യവും നീ രക്ഷപ്പെടുന്നത് വല്ലവന്റെ പെണ്ണും പിള്ളയുടെ മണിയറയിൽ കടന്നു പോയിട്ട് നാട്ടുകാര് പിടിക്കാതെ രക്ഷപ്പെടുന്നത് നിന്റെ തന്ത്രമാണെന്ന് നീ കരുതരുത്. അല്ലാഹു പൊട്ടനൊന്നുമല്ലടാ ചെറുപ്പക്കാരാ. അല്ലാഹു ഒന്നും കാണാത്തവനല്ലടാ. അല്ലാഹു എന്തിനാണ് നിന്നെ പിടിപ്പിക്കാത്തതെന്നറിയോ? നിന്റെ പെറ്റ തള്ളയുണ്ടല്ലോ, നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ ഉമ്മ, നിന്റെ വാപ്പ, അവരെ നാണം കെടുത്തണ്ട എന്ന് കരുതിയട്ടാടാ. പെങ്ങളെ, നീ ചെയ്യുന്ന അഹങ്കാരത്തിന്റെ പേരിൽ നിന്റെ പിഞ്ചുമക്കളെ യതീമാക്കണ്ട എന്ന് കരുതിയിട്ട് റബ്ബ് കാണിക്കുന്ന കരുണയാ. പക്ഷേ എന്നും അങ്ങനെയാകണമെന്നില്ല. പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും പൊന്നുമോനെ. അതുകൊണ്ട് തുടരല്ലേ. നമുക്ക് അല്ലാഹുവിന്റെ മുന്നിലൊന്ന് ഏറ്റു പറയാൻ കഴിയുമോ? ഒരു പേടിയും വേണ്ട. എത്ര വലിയ ദ്രോഹം ചെയ്താലും നിന്നെ
നിന്റെ റബ്ബ് പുറത്തു തരുന്നവനാ. അല്ലാഹു കരുണയുള്ളവനാണ്, അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു റഹീമാണ്. അല്ലാഹു തൗബ ചെയ്തിട്ട് മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഇനിയുള്ള മണിക്കൂറിന്റെ വിലയാണ് പറയുന്നത്. വശഅബാനു ഹുവൽ മുകഫിറൂൻ, പാപം പൊറുക്കുന്ന മാസമാണ് ശഅബാനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ മാസത്തിനെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്താ? ഹവ്വനല്ലാഹു അലൈഹി സകറാത്തുൽ മൗത്ത്. ഇനിയുള്ള മണിക്കൂറിന്റെ മഹത്വമാണ്. റമളാനിന് മുമ്പ് ഒരുങ്ങിക്കോ, റമളാനിന് മുമ്പ് ഒരുങ്ങിക്കോ പെങ്ങളെ. റമളാൻ കടന്നു വരികയാണ്, റമളാൻ കടന്നു വരികയാണ്. ഒരുങ്ങ പൊന്നുമോളെ, ഒരുങ്ങ പൊന്നുമോളെ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അതാ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിനെയും പ്രവാചകനെയും ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും വിശ്വസിക്കുന്നുണ്ടോ അവൻ അതിഥികളെ സ്വീകരിക്കട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. മനാമന ബില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ അതിഥികളെ സ്വീകരിക്കട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റമളാൻ 2 മാസമായി ഞാൻ നിങ്ങളും കാത്തിരുന്ന റമളാൻ വരുമ്പോ ആ റമളാൻ എന്ന് പറയുന്ന അതിഥിയെ സ്വീകരിക്കണം. നീ അത് എങ്ങനെ സ്വീകരിക്കണം? കേവലം ഒരു മനുഷ്യൻ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വന്നാ റൂം റെഡിയാക്കുന്നു, ബാത്റൂം റെഡിയാക്കുന്നു, അടുക്കള റെഡിയാക്കുന്നു, ഡൈനിങ് ടേബിൾ റെഡിയാക്കുന്നു, ഇല്ലേ? ഒരു മനുഷ്യൻ വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, റമളാൻ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാനും റമളാനിന് കഴിയും, നരകത്തിൽ കൊണ്ടുപോകാനും കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ ഉമ്മാനെ ഒന്ന് ആലോചിക്ക്, നിങ്ങളുടെ ഉമ്മാനെ ഒന്ന് ആലോചിക്ക്. തത്തമാരൊക്കെ ആ പ്രായം ചെന്ന ഉമ്മ റജബ് മാസം കടന്നു വരുമ്പോ ഇറങ്ങിയിട്ട് പുല്ല് പറിക്കാ. വീടിന്റെ പരിസരത്തൊക്കെ ഉള്ള പുല്ല് പറിക്കുന്നു, ആവശ്യമില്ലാത്തതൊക്കെ വീടിന്റെ അകത്ത് കയറി ചെലന്തിയുടെ വലയൊക്കെ അടിച്ചു കളഞ്ഞു, വേണ്ടാത്ത പഴയതൊക്കെ എടുത്തുകൊണ്ട് പോയി കത്തിച്ചു കളഞ്ഞു. എന്തേ ഉമ്മ? മോളെ റമളാൻ വരുന്നു, മോളെ റമളാൻ വരുന്നു. എന്ന് റജബ് മാസത്തില്. നീ നാളെ കഴിഞ്ഞ മറ്റേന്നാ റമളാൻ വരിക. നിന്റെ വീടിന്റെ അകത്തിരിക്കണ ഒരു പേപ്പർ നീ എടുത്ത് കളഞ്ഞിട്ടുണ്ടോ? എത്ര പേരാ ഒരുങ്ങിയിട്ടുള്ള പുല്ല് പറിക്കണ്ടിറങ്ങി? അത് ശരീരവനങ്ങും, അത് ഞാൻ പറയണില്ല. എന്നാ വീടിന്റെ അകത്തിരിക്കുന്ന ഏതെങ്കിലും ആവശ്യമില്ല ടി വി ഓഫാക്കിയോ? ടി വി എടുത്ത് കള, അത് എറിഞ്ഞു പൊട്ടിക്കണം. അന്നേ നിങ്ങളുടെ കുടുംബത്തിൽ ബർക്കത്തിറങ്ങത്തുള്ളൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് പറയാ, ഉസ്താദെ സമാധാനമില്ല, എത്ര കിട്ടിക്കിട്ടും തികയുന്നില്ല, കച്ചവടമൊക്കെ തകർന്നുപോയി, മക്കൾ തമ്മി കിടന്ന് തല്ലുക, സമാധാനമില്ല. കന്നി മൂലയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്. കന്നി മൂലയ്ക്കല്ല കുഴപ്പം, കന്നി മൂലക്കല്ല, നിന്റെ വീട്ടിൽ ഇരിക്കണ ആ ചെയ്ത്താൻ പെട്ടി എടുത്ത് പുറത്തുകളാ. അന്നേ നിനക്ക് ബർക്കത്ത് കിട്ടത്തുള്ളൂ, സമാധാനം കിട്ടൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ലോകത്തെവിടെയെങ്കിലും പോയിട്ട് ടി വി കാണുന്നത് അനുവദനീയമാക്കി എടുക്കാൻ പറ്റുമോ? സിനിമയും സീരിയലും കാണുന്നത് അനുവദനീയമാക്കി എടുക്കാൻ പറ്റുമോ? അറിയാത്ത ഏതെങ്കിലും ചോറുണ്ണുന്ന ഏത് മുസ്ലിമിനും അറിയാം അത് പാവമാണെന്ന്. അപ്പൊ നീ പറയും, ഉസ്താദെ ഞാൻ കാണുന്നില്ല. നീ നല്ലവനാ, നീ കാണുന്നില്ല, നീ കാണത്തൊന്നുമില്ല. അല്ലോ, നീ അസറിന് പള്ളിയിൽ പോയാ മഗ്രിബ് നിസ്കരിച്ച് ഇശായി നിസ്കരിച്ചിട്ടാ വീട്ടിൽ വരുന്നേ. പക്ഷെ വീട്ടിൽ വരുമ്പോ നിന്റെ പെണ്ണുമ്പിള്ളയും മക്കളും ഇരുന്ന് കാണുന്നത് നീ കാണുന്നുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ പരലോകത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവൻ കള്ളുകുടിയനല്ല. നാളെ അള്ളാന്റെ കോടതിയിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവർ 3 വിഭാഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കള്ളുകുടിയനോ പലിശ തിന്നുന്നവനൊന്നും അല്ല, കാഫിറൊന്നും അല്ല. അള്ളാന്റെ പരലോകത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവൻ. അല്ല നോക്കൂല അവനെ, അല്ല നോക്കൂല വാപ്പ നിന്നെ. അല്ല നിന്നോട് യാതൊരു കരുണയും കാണിക്കില്ല. അതാരെന്നറിയുമോ? ഭാര്യയും മക്കളും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുമ്പോ നിസാരമായി തെള്ളിക്കളയുന്ന അല്ല നിനക്ക് തഴമ്പുണ്ടെങ്കിലും താടിയുണ്ടെങ്കിലും അല്ല നിന്നെ വെറുതെ വിടത്തില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇശായി നിസ്കരിച്ചിട്ട് വീട്ടിൽ പോകുമ്പോ ഇരിക്ക ആമിനാത്ത ഇങ്ങനെ ചന്ദനമഴയും കണ്ടുകൊണ്ട് പരസ്പരവും കണ്ടുകൊണ്ട്, വാ മോളെ അടുത്തിരി, നീ മിണ്ടാതെ പോവാ, നിന്നെ അല്ല വിടുവോ? നീ എത്ര തലകുത്തി കിടന്നാലും നിന്നെ റബ്ബ് വെറുതെ വിടത്തില്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പാ ആ സാധനം ഇല്ലെങ്കിൽ എന്തൊക്കെ കിട്ടിയിട്ട് കാര്യമില്ല.
ആ സാധനം ഇല്ലെങ്കിലേ എന്തൊക്കെ മനോഹരമായ ഒരു വീട് വെച്ചിട്ടുണ്ട്. എത്ര കോടി? 2 കോടി. അതിനകത്തിട്ടിരിക്കുന്ന ഗ്രാനൈറ്റ് എവിടുന്ന് കൊണ്ടുവന്നതാ? നേരെ ബാംഗ്ലൂര് പോയി കൊണ്ടുവന്നതാ. ഫർണിച്ചർ ചൈനയിൽ പോയി കൊണ്ടുവന്നിരിക്കുക അല്ലേ? ചെന്നൈ പോയിട്ട് അവിടുന്ന് നേരിട്ടിറക്കിയതാ. കത്തുന്ന കളർ ലൈറ്റുകൾ, കിടക്കാൻ AC റൂം, സഞ്ചരിക്കാൻ ലക്ഷങ്ങളുടെ വാഹനം, ഫ്രണ്ടിൽ ഗാർഡൻ, കാവൽക്കാരൻ, റിമോട്ട് കൺട്രോൾ വെച്ചിട്ട് തുറക്കുന്നതെല്ലാം, കൂടെ കിടക്കാൻ ഭാര്യ, മക്കള്. സമാധാനം ഉണ്ടോ? ഇത്രയും നീ എല്ലാം കോടികൾ ഉണ്ടാക്കി കോടികൾ കൊടുത്ത് വീട് വെച്ച സമാധാനം നിനക്ക് കിട്ടുന്നുണ്ടോ? കിട്ടൂല. നിനക്ക് സമാധാനം കിട്ടൂല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂത്തിക്കും സഖന. ഖുർആൻ പറഞ്ഞത് വീട് സമാധാനം തരുന്ന ഒരിടമാണ. നിനക്കുണ്ടോ? സമാധാനം എങ്ങനെ കിട്ടാനാ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, റമളാൻ വരുന്നതിന് മുമ്പേ ഒരുങ്ങണം. ഉമ്മ ഒരുങ്ങിയിട്ടുണ്ട്, നിന്റെ വാപ്പ ഒരുങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ ഉമ്മായ്ക്കും വാപ്പായ്ക്കും ജനിച്ചിട്ട് നീ ഇതുവരെ ഒരുങ്ങിയിട്ടില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒന്ന് ഒരുങ്ങണം. റമളാൻ എന്ന് പറയുന്ന അതിഥിയെ സ്വീകരിക്കാൻ നിങ്ങൾ ഒരുങ്ങിയേ പറ്റൂ. അല്ലാതെ റമളാൻ ഇങ്ങോട്ട് വന്ന് നോമ്പ് പിടിച്ചങ്ങ് ഒരുങ്ങാന്ന് വെച്ചാൽ പറ്റൂല. രണ്ട് നാളെ രാത്രി സംശയത്തിന്റെ ദിവസം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നീ വീടിന്റെ വെളിയിലിറങ്ങിയിട്ട് ആകാശത്ത് പിറ കാണുന്നു എന്ന് നോക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. പറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വീടിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് നീ ഇടയ്ക്കിടയ്ക്ക് ആകാശത്തേക്ക് നോക്കണം. 2 മാസമായിട്ട് ഞാൻ കാത്തിരുന്ന റമളാൻ വന്നു. നമ്മൾ അവിടെ അല്ല നോക്കണേ, ടിവിക്കകത്ത് നോക്കിയിരിക്കുക. വാർത്തക്കകത്ത് ഇങ്ങനെ വരുന്നുണ്ടോന്ന്. ചിലര് മൊബൈൽ എടുത്തു വെച്ചോണ്ടിരിക്കുക, ചിലര് പള്ളി വിളിച്ചു പറയണ കേട്ടോണ്ടിരിക്കുക. അങ്ങനല്ല വാപ്പാ. 2 മാസമായി നീ കാത്തിരുന്ന അതിഥി വരുന്നുണ്ടോ എന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് ആകാശത്തേക്ക് നോക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നീ ചോദിക്കും, നോക്കിയാൽ എന്ത് കിട്ടും? നോക്കിയാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, മൻ ഫരിഹ ശുഹ്റു റമളാൻ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവേ അതാ പരിശുദ്ധമായ റമളാൻ കാത്തിരുന്ന റമളാൻ 2 മാസം ഓരോ വഖത്ത് നിസ്കാരം കഴിഞ്ഞപ്പോഴും അല്ലാഹുവിനോട് അതാ ദുആ ചെയ്ത റമളാൻ കഴിഞ്ഞ 29-ാം രാവിന്റെ അന്ന് പടച്ചവരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്വന്തം ഉമ്മയുടെ മയ്യത്ത് വീട്ടിൽ നിന്ന് കൊണ്ടിറങ്ങി പോകുമ്പോ, സ്വന്തം മക്കളുടെ ജനാസ വാപ്പ ജീവിച്ചിരിക്കുമ്പോൾ കൊണ്ടിറങ്ങുമ്പോൾ നെഞ്ചുപൊട്ടിയ വേദനയോട്, അതിനേക്കാളും വേദനയോട് കഴിഞ്ഞ കൊല്ലം 29-ാം രാവിനെ നീ പറഞ്ഞു വിട്ട റമളാൻ ഇനി ഒരിക്കൽ കൂടെ എനിക്ക് തരണേയെന്ന് നീ ദുആ ചെയ്തിരുന്ന അതിഥിയായ റമളാൻ അത് നാളെ നിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ സഹോദരാ, നീ സന്തോഷിച്ചാൽ ഹറമല്ലാഹു ജസദഹു അലന്നീറാൻ, നരകത്തിലിട്ട് അല്ലാഹു നിന്നെ കരിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇശാഇന്റെ സമയമാകുമ്പോ ഇറങ്ങി വെളിയെ നോക്കണം. പടച്ചവനെ ഉണ്ടോ? ഒരു വട്ടമെങ്കിലും ഒന്ന് ഇറങ്ങി നോക്ക്. ഒരു വട്ടമെങ്കിലും നോക്ക്. കഴിഞ്ഞ 29-ാം രാവിന് പറഞ്ഞു വിട്ട ആ റമളാൻ അടുത്ത കൊല്ലവും എനിക്ക് തരണേ എന്ന് നീ ദുആ ചെയ്ത റമളാൻ അത് വരുമ്പോ എന്റെ സഹോദര, നീ സന്തോഷിച്ചാൽ, ആ സന്തോഷത്തോടുകൂടി നീ സ്വീകരിച്ചാൽ അല്ലാഹു നരകത്തിൽ നിന്ന് നിന്നെ കരകയറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. 3 എവിടെ ഇരിക്കണം? എവിടെയായിരിക്കേണ്ടത്? നാളത്തെ ദിവസം പ്രവാചകൻ പറഞ്ഞു, പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ അർശും കുർശും ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും അള്ളാഹു അവിടുന്ന് പറയുമത്രേ, നിങ്ങൾക്ക് അനുഗ്രഹം വന്നു, അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങി ഈ ഉമ്മത്തിനോട്, മുത്തുനബിയുടെ സമുദായത്തിനോട് ലോകത്തുള്ള മണൽത്തരികൾ വരെ നാളെ നമ്മളോട് വിളിച്ചു പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 4 നിസ്കാരപ്പായിലിരിക്കണം. നാളെ റമളാൻ ഇറങ്ങി വരുമ്പോ എവിടെ ഇരിക്കണ്ടേ? നിസ്കാരപ്പായിൽ. ഇറങ്ങി പിറ നോക്കണം, ഇറങ്ങി പിറ വന്നോ നോക്കണം. എന്നിട്ട് നീ കയറി നിസ്കാരപ്പായിലിരിക്കണം. അല്ലാതെ കടത്തിണ്ണയിലല്ല, പള്ളിമിറ്റത്തല്ല, എവിടെങ്കിലുമല്ല, വീടിന്റെ അകത്തല്ല, നിസ്കാരപ്പായിലിരിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, നാളെ അല്ലാഹുവേ വിശുദ്ധമായ റമളാനിന്റെ 1-ാമത്തെ രാവ് അത് നാളത്തെ മാത്രം പ്രത്യേകതയാണ്.
അത് നാളെ മാത്രമേ ഉള്ളൂ. റമളാനിന്റെ ഒന്നാമത്തെ രാവുണ്ടല്ലോ, ആ റമളാൻ ഇങ്ങനെ ഇറങ്ങി വരുമ്പോ അല്ലാഹു ഭൂമിയിലേക്ക് നോക്കുകയാണ്. പടച്ചവന്റെ കരുണയുടെ നോട്ടം, അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ഈ ഭൂമിയിലേക്ക് അല്ലാഹു നോക്കുകയാ. ആ നോട്ടം നിന്റെ മുഖത്തെത്തിയാൽ ലം യുഅസിബുഹു അബദാ, അല്ലാഹു നിന്നെ ഒരിക്കലും ശിക്ഷിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നാളെ റമളാൻ ഇങ്ങനെ ഇറങ്ങി വരുമ്പോ അല്ലാഹു ഭൂമിയിലേക്ക് നോക്കും. ആ സമയത്ത് നീ എവിടെ ഉണ്ടാകണം? കടത്തിണ്ണയിൽ ഇരുന്നാ കിട്ടോ? കടത്തിണ്ണയിലിരുന്ന, ടിവിയുടെ മുന്നിലിരുന്ന, മൊബൈൽ കുത്തിക്കൊണ്ടിരുന്ന, പള്ളിമുറ്റത്തിരുന്നാ കിട്ടുവോ? നിസ്കാരപ്പായിൽ നീ ഇങ്ങനെ കാത്തിരിക്കണം. അല്ലാഹുവേ റമളാൻ വന്നു റബ്ബേ, പിറ കണ്ടു റബ്ബേ, കാത്തിരുന്ന് റമളാൻ വന്നു റബ്ബേ, അൽഹംദുലില്ലാഹ്. ശുക്റിന്റെ സുജൂദിലേക്ക് അങ്ങ് വീഴണം. ഒരൊറ്റ സുജൂദ് അല്ലാഹു നോക്കും നിന്റെ മുഖത്ത്. മോനെ നോക്കിയാൽ ലം യുഅദ്ദിബുഹു അബദാ, പിന്നെ ഒരിക്കലും അല്ലാഹു നിന്നെ ശിക്ഷിക്കില്ല. നീ സ്വർഗ്ഗത്തിന്റെ അവകാശിയാ. അല്ലാഹു ആ നോട്ടം കിട്ടുന്നവരിൽ എന്നെയും നിങ്ങളെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് നാളത്തെ ദിവസത്തിന് മാത്രമുള്ള പ്രത്യേകതയാ. അത് റമളാനിന്റെ ഒന്നാമത്തെ രാവിനുള്ള പ്രത്യേകതയാ. ലക്ഷക്കണക്കിന് പേരാ നരകത്തിൽ നിന്ന് സ്വർഗത്തിൽ പോണേ ഒറ്റ ദിവസം. 27-ാം രാവിന് മാത്രമല്ല, നാളത്തെ 2 ദിവസം നമ്മൾ മറക്കും. 2 ദിവസം നമ്മൾ മറക്കും. ഒന്ന് റമളാനിന്റെ ഒന്നാമത്തെ രാവ്. തറാവി ഉണ്ടോ? ഉണ്ടെങ്കിൽ പോയി നിസ്കരിക്കും. അതല്ല, റമളാനിന്റെ ഒന്നാമത്തെ രാവ് നമ്മൾ മറക്കും. 29-ാം രാവ് ഇറച്ചി വാങ്ങാൻ നടക്കുക. നാളെ പെരുന്നാളല്ലേ, ഇറച്ചി വാങ്ങാൻ മഗ്‌രിബ് കഴിയുമ്പോ ഇറങ്ങും. 29-ാം രാവിന്റെ അന്ന് നാളെ പെരുന്നാള്. എല്ലായിടത്തും ഇറച്ചി വെട്ടി നടക്ക വാങ്ങാൻ. പടച്ചവനെ തുണിക്കടകൾ കയറി ഇറക്കുക. പിറ്റേ ദിവസം രാവിലെ ഇടാനുള്ള അടിവസ്ത്രം വാങ്ങാൻ. അല്ലേ എടാ, അന്നാടാ അല്ലാഹു പ്രതിഫലം കൊടുക്കണേ. അന്ന് ശമ്പളം, ജോലി ചെയ്തതിന്റെ ശമ്പളം കൊടുക്കുന്നത് 29-ാം രാവിനാ. ശമ്പളം വാങ്ങാൻ നീ ഇല്ലെങ്കിൽ അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ ദിവസം നമ്മൾ പാഴാക്കരുത്. നാളെ നമുക്ക് രക്ഷപ്പെടാനുള്ള ദിവസമാ. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് സഹോദര, ഒരു ദിവസം മരിക്കില്ലേ? ഒരു ദിവസം മരിക്കില്ലേ? മരണത്തിന്റെ വേദന നിനക്കറിയോ? മരണത്തിന്റെ വേദന നിനക്കറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 70 മുതൽ 70,000 വരെ 70,000 മലക്കുകൾ അടങ്ങുന്ന ഒരു സൈന്യമായിട്ടാ റൂഹ് പിടിക്കാൻ അസ്രായിൽ വരുന്നത്. ഒന്ന് കാണണം. 70,000 പേരെ ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ? ഇന്ന് വരെ കണ്ടിട്ടുണ്ടാ? 70,000 മലക്കുകൾ അടങ്ങുന്ന ഒരു സൈന്യവുമായിട്ട് മലക്കുൽ മൗത്തും തന്റെ അനുയായികളും ഇറങ്ങി വരുന്ന രംഗങ്ങട്ട് കാണുമ്പോഴേ പൂച്ചക്കുഞ്ഞ് കിടക്കണ പോലെ നീ പിടഞ്ഞ് താഴെ വീഴും. നീ പിടഞ്ഞങ്ങോട്ട് താഴെ വീഴും. കാണും മനുഷ്യ മലക്കിനെ. അള്ളയല്ലേ പറഞ്ഞ കാണൂന്ന്? അള്ളയല്ലേ? ഈ കണ്ണുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിന്റെ മലക്കുകളെ കാണും. ഇങ്ങോട്ട് ഇറങ്ങി വരും. ചുറ്റുഭാഗത്ത് അങ്ങോട്ട് നിൽക്കും. കൊണ്ടുപോകാൻ പോവാടാ, നിന്നെ കൊണ്ടുപോകാൻ വന്നതാടാ, നിന്നെ കൊണ്ടുപോകാൻ വന്നതാ അല്ലേ? അപ്പൊ അള്ളാഹുവിന്റെ മലക്കുകൾ പറയും, വിളി. ടിക്ടോക്ക് ഇട്ടിട്ട് ഷെയർ തണ്ടിയവരെയൊക്കെ വിളി. ഇപ്പൊ ടിക്ടോക്കിന്റെ കാലം. ടിക്ടോക്ക് കിളവി പള്ളിക്കുഴി പോകാറായ ഉമ്മമാര് വരെ ടിക്ടോക്ക് ഇടുന്ന കാലം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തേപ്പ ഇഷ്ടപ്പെട്ടില്ലേ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിരോധിച്ചപ്പോ അവർക്കായിരുന്നു വേദന. പള്ളിക്കു മോൻ ചെയ്യുന്നു. എടാ, ചെറുപ്പക്കാരൻ ചെയ്യുന്നതിൽ ഒരർത്ഥമുണ്ട്. 10, 15, 18, 20, 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ചെയ്താൽ പറയാ അവന് വിവരമായില്ല, അവൻ കുട്ടിയല്ലേ, അവന് ബോധമായില്ല. ഈ 40 തികഞ്ഞ തള്ളക്കിനി എന്നാ ബോധം ഉണ്ടാവുന്നത്? 40 വയസ്സ് നിസ്സാരമാണോ? 40 വയസ്സായി കഴിഞ്ഞാൽ ചെയ്യുന്ന തെറ്റിന് ഇരട്ടി ശിക്ഷയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. 39 വയസ്സുള്ളവൻ അറിയാം അവന് പക്വതയായില്ല. പക്ഷെ 40 പക്വതയായി വാപ്പ. 40 നന്നാകാത്തവനെ നിന്റെ കാര്യം പോക്ക. നീ ഖുർആനിലെ ഒരു ആയത്ത് ഓതിയിട്ടു മരണത്തിനെ കാത്തിരിക്കണമെന്ന. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ 40 അല്ല 45 തികഞ്ഞിട്ട് ടിക്ടോക്കിനകത്ത തെണ്ട് ആ ഷെയർ. എത്ര പേര് കമന്റ് അടിച്ചു, എത്ര പേര് ലൈക്ക് തന്നു, എത്ര പേര് ഷെയർ ചെയ്തു, ഇതൊക്കെയാ ഇപ്പൊ നോക്കുന്നേ. എങ്കില് മോളെ, ഇന്ന് നിന്നോട് ഇതൊക്കെ പറഞ്ഞ നിനക്ക് നമ്മളെ മരിച്ചുപോയ വാപ്പാനെ പോലും കബറി വിടത്തില്ല. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ തന്തയ്ക്ക് വിളിക്കും. കുഴപ്പമൊന്നുമില്ല.
ഇന്നിപ്പോ ഈ നിങ്ങളൊന്നും പറയാൻ പാടില്ല. ഇന്ന് എന്ത് തെറ്റി ഒരു ഈ അടുത്ത് ഒരുത്തം പറഞ്ഞോ, എന്നൊക്കെ മുസ്ലിമാണോപ്പാ, പെണ്ണുങ്ങൾ ശരീരം മറക്കണമെന്ന് ഇസ്ലാമി പറഞ്ഞിട്ടുണ്ടോന്ന് അവന് മനസ്സിലാവും അള്ളാന്റെ മുന്നിൽ ചെല്ലുമ്പോ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ഓരോരുത്തന്മാര് കയറിയിരുന്നിട്ട് പറയാ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അള്ളാന്റെ ദീനിന്റെ മുകളിൽ കൈവക്ക, ശരീരം മറയ്ക്ക, ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ മനസ്സിലാവുന്ന ഒരു സമയമുണ്ട്. ഇപ്പൊ ഇങ്ങനെ നടക്ക, ഇന്ന് ആളുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്, ജയ് വിളിക്കാൻ ആളുകളുണ്ട്, കൂടെ നടക്കാൻ ആളുകളുണ്ട്. പക്ഷെ അള്ളാഹ് പറഞ്ഞടാ, എവിടെ പോയാലും വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, എന്റെ മുന്നിൽ നീ ഒരു ദിവസം വരും. ഇത് അള്ളയല്ലേ പറഞ്ഞേ. നീ എവിടെ പോയാലും എടാ ഒരു ദിവസം ഓന്തോടി എവിടെ വരെ ഓടും? ഒരു പരിധിയില്ലേ? പഴഞ്ചൊല്ല് വെറുതെ പറഞ്ഞല്ല, നീ പോയ എവിടെ വരെ പോകും? എത്ര ഓടിയാലും അവസാനം എന്റെ മുന്നിൽ നിന്നെ വലിച്ചു കീറി കൊണ്ടുവന്ന് നിർത്തൂടാ ഒരു ദിവസം. താത്താമാരെ, റൂഹ് പിടിക്കാൻ മലക്കുകൾ വന്നിട്ട് പറയും, വിളിക്കടി എല്ലാത്തിനെയും, എല്ലാമാരെയും വിളിച്ചോ. കല്ലാ ഇദാ ബലഗതി തറാഖിയ വകീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമ ഇതിനിൽ മസാഖ്. മലക്കുകൾ പറയാ, വിളി. ലൈക്കിട്ടവനും ഷെയറിട്ടവനും എല്ലാമാരെയും വിളിച്ചോ, കൊണ്ട് വലിച്ചു കീറാൻ പോവാ. അവിടെ കയ്യിലിരിക്കണ ചാട്ടവാറ് കൊണ്ട് തല്ലി ചതച്ച് നിന്നങ്ങിട്ട് നിന്റെ ആത്മാവിനെ വലിച്ചു പറിക്കുന്ന രംഗം. കിടന്നു മൂത്ര ഒഴിക്കും നീയൊക്കെ. ആ കിടന്നിട്ട് മലമൂത്ര വിസർജനം നടത്തും. വായിലൂടെ പതയും നൊരയും ഒലിപ്പിച്ച് കണ്ണ് തള്ളി നിന്നെ കാണാൻ വരുന്നവര് പോലും നിന്റെ മുഖത്ത് നോക്കാൻ പേടിക്കുന്ന ഒരു മരണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. സാധാരണ ആൾക്കാരോട് കളിക്കണ പോലെ അള്ളാഹിനോട് കളിക്കരുത്. അള്ളാഹിനോട് കളിച്ച 8ന്റെ പണി റബ്ബ് തരും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മരിക്കണ്ടേ വാപ്പ? ആ സമയത്തല്ലേ ആ റൂഹിങ്ങനെ പടച്ചവനെ, കാലിന്റെ തള്ളവൽ നിന്ന് ഒരു വിഭാഗം മുട്ടുവരെ, രണ്ടാമത്തെ വിഭാഗം മരവരെ, മൂന്നാമത്തെ വിഭാഗം നെഞ്ചുവരെ, നാലാമത്തെ വിഭാഗം ഈ തൊണ്ടക്കുഴി വരെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് ഈ 70,000 മലക്കുകളും എന്റെയും നിങ്ങളുടെയും കയ്യും കാലും ഇങ്ങനെ പിടിച്ചു വെക്കുകയാണ്. അനങ്ങൂല്ല മനുഷ്യ. എവിടെ ഓടാനാടാ? പെങ്ങള് പറയും പ്രസവത്തിന് മരണവേദനയാണെന്ന്. പറയല്ലേ ഉമ്മ, അതൊന്നുമല്ല മരണവേദന. നിന്നെ 2 നേഴ്സും 1 ഡോക്ടറും പ്രസവിച്ചപ്പോൾ പിടിച്ചെങ്കില് ഈ 70,000 മലക്കുകൾ നിന്റെയും നിങ്ങളുടെയും കൈകാല് പിടിച്ചു വെക്കണമെങ്കിൽ അല്ലാഹുവേ, ആ സമയത്ത് തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുമ്പോ പറയണ്ടേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോഴല്ലേ പറയേണ്ടത്, അതിനല്ലേ കഷ്ടപ്പെടേണ്ടത്, അതിനല്ലേ പരിശ്രമിക്കേണ്ടത്. മുത്തുനബി എവിടെന്ന് പറഞ്ഞു സ്വഹാബ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, അവന് സ്വർഗ്ഗത്തിന്റെ അവകാശിയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഉസ്താദേ, വാപ്പ മരിച്ചത് വെള്ളിയാഴ്ച രാവിലാണ്, റമളാൻ മാസത്തിലാണ്. പല ചെറുപ്പക്കാരും പറയും, ഉസ്താദേ, എന്റെ ഉപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് ഞാൻ കേട്ടു ഉസ്താദേ. ചില മക്കള് പറയാറുണ്ട്, എന്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ച രാവിലെ, എന്റെ ഉമ്മ മരിച്ചത് റമളാൻ 17-ന്. ഉസ്താദേ, സംസം വെള്ളം ഞാൻ ഒടിച്ചു കൊടുത്തു, എന്റെ ഉമ്മ കുടിച്ചു, എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഞങ്ങള് കേൾക്ക പറഞ്ഞിട്ട് മരിച്ചു ഉസ്താദേ. പറഞ്ഞുകൊണ്ട് നടക്കുന്ന മക്കളുണ്ട്. ഉമ്മ വെള്ളിയാഴ്ച രാവിലെ മരിച്ചാൽ നിനക്ക് എന്നാ കിട്ടാനാടാ ചങ്ങാതി? വാപ്പ മരിക്കണ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിച്ചാൽ നിനക്ക് വല്ലതും കിട്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടോ? ഒന്നും കിട്ടൂല. ആർക്ക് കിട്ടും? വാപ്പ രക്ഷപ്പെട്ടു.
എന്റെ വാപ്പ വെള്ളിയാഴ്ച രാവി മരിച്ചെന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടത്തില്ല. എന്റെ വാപ്പ പോയത് നല്ലതുപോലെ ഷാബാൻ 25-ന് ഖബറിന്റെ അകത്തിടുന്ന ആ മനുഷ്യൻ പൊളിക്കുമായിരിക്കും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു പേടിയില്ല. എന്റെ ഉപ്പാനെ സംബന്ധിച്ച് എനിക്ക് പേടിയൊന്നുമില്ല. കാരണം എന്തേ, ഞങ്ങളുടെ ഉപ്പ ഭാഗ്യവാനാ. 6-8 മക്കളുണ്ടായിരുന്നു ആ സാധുവിന്. കൂലിപ്പണിക്കാരൻ, ആ മേശിരി പണിക്ക് നടന്ന ആളാ. ആ 8 മക്കൾ, 6 ആണും 2 പെണ്ണും. 6 എണ്ണത്തിനെയും കൊണ്ടുപോയി ഉസ്താദന്മാരാക്കി കളഞ്ഞു. അതിൽ കൂടുതലൊന്നും അയാൾക്ക് വേണ്ടല്ലോ. അള്ളാഹു കൊടുത്ത 6 എണ്ണത്തിനെ കൊണ്ടുപോയി ഇൽമ പഠിപ്പിച്ചു. ഇപ്പൊ 6 പള്ളിയിലെ ഖതീബന്മാരാ, ഹാഫിളീങ്ങള്. എന്നാ വേണ്ടത്? അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറുടെ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. ഇത് പറഞ്ഞിട്ട് എനിക്ക് വല്ലതും കിട്ടുമോ? എനിക്ക് വല്ലതും കിട്ടുമോ? ഇല്ല. എനിക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ ആ വാപ്പ പോയതിനെക്കാളും നല്ലതുപോലെ പോകണം. വാപ്പ മരിച്ചത് വെള്ളിയാഴ്ച രാവിലല്ല, ഷാബാൻ 25-ലാ. ഞാൻ റമളാനിലെ വെള്ളിയാഴ്ച മരിക്കണം. അപ്പോഴാ ഞാൻ ആ വാപ്പാടെ മകനാകുന്നത്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്തപ്പാ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇതേ മരിക്കാൻ പേടി എന്തേ? എവിടെ വെച്ച് ചെങ്ങ ഇങ്ങോട്ട് നിൽക്ക്. ഈ അടുത്ത് ന്യൂസിലാൻഡിൽ ഒരു പള്ളിക്കകത്ത് കയറിയിട്ട് ജുമായ്ക്ക് കയറിയ 49 പേരെ വെടിവെച്ച് കൊന്നു. വായിച്ചില്ലേ? ജുമായുടെ സമയത്ത് കയറി 49 പേരെ വെടിവെച്ച് കൊന്നു. അപ്പൊ അസറിന് പള്ളിയുടെ മുന്നിൽ നിന്നപ്പോ ഒരാള് വന്നിട്ട് പറയാ, 49 പേരെ ജുമായ്ക്ക് പള്ളി കയറിയ 49 പേരെ ഒരുത്തൻ കയറിയിട്ട് വളരെ ക്രൂരമായി നിഷ്ഠൂരമായി വെടിവെച്ച് കൊന്നെന്ന്. അപ്പൊ ഒരു വാപ്പ പറഞ്ഞ എന്തെന്നറിയോ? അവൻ ഇങ്ങോട്ടെങ്ങും വന്നില്ലല്ലോ എന്ന്. എന്താ പറഞ്ഞേ? അവൻ ഇവിടുത്തെ പള്ളിയിലെങ്ങും വന്നില്ലല്ലോ എന്ന്. കാരണം എന്തേ? അള്ളാഹു ചിന്തിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആ വാപ്പ പറഞ്ഞത് അവൻ ഇവിടത്തെ പള്ളി വരാൻ തോന്നിയില്ലല്ലോ എന്ന്. കാരണം എന്തേ? എടാ, പള്ളിക്കകത്ത് നിസ്കരിക്കാൻ കയറിയവനെ വെടിവെച്ച് വന്ന് അവിടെ കടന്ന് മരിച്ച ഷഹീദിന്റെ കൂലിയാ. അത് വാങ്ങാൻ പറ്റുമോ നമുക്ക്? ഷഹീദിന്റെ കൂലി 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള ഭാഗ്യം. എടാ, നട റോഡി കടന്ന് വെട്ടുകൊണ്ട് മരിച്ചാലും ആ വെട്ടുന്നവന്റെ മുഖത്ത് നോക്കി ചിരിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മരിക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എവിടെ കിടന്ന് മരിച്ചാലും നല്ലതുപോലെ മരിച്ചാൽ മതി. അതിനു വേണ്ടി ജീവിക്കും. എവിടെ ആണെങ്കിലും നമുക്കെന്തിനെ പതിതൊക്കെ നോക്കണേ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അല്ലാതെ എന്തായാലും ഒരു ദിവസം അസ്റായിൽ വരുമ്പോ കടന്നിട്ട് നെഞ്ചത്തടിച്ചിട്ട് എന്നെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ് കരയാനൊന്നും നിൽക്കരുത്. ഹദീസിന്റെ കിതാബിൽ കാണാം, ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ അസ്റായിൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. എന്നിട്ട് ഈ മനുഷ്യനോട് പറഞ്ഞു, അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ പറ, ആഗ്രഹം സാധിച്ചതിന് ശേഷമേ റൂഹ് പിടിക്കാവൂന്ന് അള്ള പ്രത്യേകം പറഞ്ഞു വിട്ടതാ. ഈ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? 40 കൊല്ലമായിട്ട് ഞാൻ നിന്നെ കാത്തിരിക്കുക, എനിക്കൊരാഗ്രഹമില്ല, പിടിച്ചോളാം. 40 വർഷമായിട്ട് നിന്നെ കാത്തിരിക്കുക അസ്റായില, ഞാൻ എനിക്കൊരാഗ്രഹമില്ല, കൊണ്ടുപോ, എന്നെ കൊണ്ടു പറ. മനുഷ്യ, വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ പറ. അള്ള പറഞ്ഞല്ലേ. നിനക്കത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ 2 റക്അത്ത് നിസ്കരിക്കാം. 2ാമത്തെ റക്അത്തിന്റെ സുജൂദി കിടക്കുമ്പോൾ പിടിച്ചോളാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളാണ് എന്ത് പറയും? അല്ലോ, മോളെ കെട്ടിക്കണം, ഭാര്യ ഒറ്റയ്ക്കായി പോകും, എന്റെ ബിസിനസ്, എന്റെ വീട്. ഒരു സെക്കൻഡ് പിന്തത്തില്ല വാപ്പ. അപ്പൊ പോകുമ്പോ നല്ലതുപോലെ പോകണം, ഇസ്സത്തോടെ, അഭിമാനത്തോടെ. എടാ ചെറുപ്പക്കാരാ, ചുമ്മാ ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ ഇങ്ങനെ. നിങ്ങളൊക്കെ ഭയങ്കര രക്തത്തിളുപ്പ് കാണിക്കുമല്ലോ. ഞാൻ പറയണത് വേണം, രക്തത്തിളപ്പൊക്കെ വേണം. എന്തിനെന്നറിയുമോ? അന്തല്ലദീ വലദതു ഉമ്മുക ബാക്കിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൂ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. ഇങ്ങോട്ട് പറഞ്ഞ അവനെ വീട് കയറി അടിക്കണം, രാഷ്ട്രീയക്കാരന് വേണ്ടി, അവന് വേണ്ടി, ഇവന് വേണ്ടി തല്ലാനും കൊല്ലാനും നടക്കുന്നു. എടാ, നിനക്ക് നട്ടലുണ്ടെങ്കിൽ, നീ ആണാണെങ്കിൽ, നിനക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ നീ പ്രതികാരം ചെയ്യ. ആരോടെന്നറിയോ? നിന്റെ ഉമ്മ എപ്പോഴും പറയും പ്രസവ വേദന മരണവേദനയാണ്. എല്ലാ ഉമ്മമാരും പറയും മരണവേദനയുടെ വേദനയും നൊന്താ പ്രസവിച്ചെന്ന്. ഞാൻ പ്രസവിക്കാത്തതുകൊണ്ട് എനിക്ക് ആ വേദനയെക്കുറിച്ച് അറിയില്ല. പക്ഷെ പ്രസവിച്ച ഉമ്മാനോട് ഞാൻ ചോദിക്കട്ടെ, ഉമ്മ, നീ എത്ര വേദന സഹിച്ചു പ്രസവിച്ചവളാണെങ്കിലും നിന്റെ കുഞ്ഞിനെ ആദ്യമായിട്ട് കണ്ടപ്പോ നിങ്ങളൊക്കെ ചിരിച്ചില്ലേ? ചിരിച്ചോ? നമ്മളൊക്കെ നമ്മുടെ വാപ്പ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഉമ്മായി കെറ്റി കിടത്തിയിരിക്ക. വാപ്പ വെളിയിൽ കിടന്നുകൊണ്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹ് കരയാ, പടച്ചോൻ എന്റെ മോനെ കിട്ടണേ അല്ലാഹ്, വാപ്പ കരഞ്ഞോണ്ടിരിക്ക. അപ്പോഴാ നേഴ്സ് ഇങ്ങനെ ഒരു തുണിക്കകത്ത് കൊണ്ടുവന്നിട്ട് ദാ ആൺകുഞ്ഞാ കണ്ടോ ഇങ്ങനെ കാണിച്ചു തന്നപ്പോ അതുവരെ കരഞ്ഞോണ്ടിരുന്ന വാപ്പ നമ്മളെ നോക്കി ചിരിച്ചു. എന്നാ നമ്മൾ എന്താ ചെയ്തേ?
നമ്മുടെ ഉമ്മ നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു, വാപ്പയും മുഖത്ത് നോക്കി ചിരിച്ചു. പക്ഷെ അപ്പ നമ്മൾ കരയായിരുന്നു. നമ്മൾ കരഞ്ഞപ്പോ ഉമ്മ പാല് തന്നപ്പോഴും ചിരിച്ചോണ്ടാ തന്നെ. കരയുന്ന നമ്മളെ എടുത്തിട്ട് ചിരിക്കണ മുഖത്തോടെ വാപ്പ മോനെ മോനെ എന്ന് പറഞ്ഞ് നമ്മളപ്പം കരയുകയായിരുന്നു. അതുകൊണ്ട് കവി പറയുകയാ, നീ കരഞ്ഞ സമയത്ത് നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചവരോട് നീ പകരം വിട്ടണം. അന്തല്ലദീ വലദതു ഉമ്മുക ബാക്കിയാ വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറാ. നീ കരഞ്ഞ സമയത്ത് നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചവരോട് നീ പകരം വീട്ടണം. എങ്ങനെ? തല്ലി പുറത്താക്കിയിട്ടല്ല. എടാ ഞാൻ കരഞ്ഞപ്പോ ചിരിച്ചെന്ന് പറഞ്ഞ് ഉമ്മാടെ കഴുത്തി പിടിച്ച് വൃദ്ധസദനത്തിൽ കൊണ്ടിട്ടിട്ടല്ല. എങ്ങനെ പകരം വിട്ടണം? വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് വീടിന്റെ അകത്തിങ്ങനെ കടത്തും. അന്ന് ഉമ്മ കരയും, വാപ്പ കരയും, കൂടപ്പറപ്പ് കരയും, നാട്ടുകാര് കരയും, കുടുംബക്കാര് കരയും. അന്ന് മുഖത്തിട്ടിരിക്കുന്ന തുണി ഉയർത്തുമ്പോ കൊച്ചുകുട്ടികൾ ഒളിച്ചിരുന്നിട്ട് കണ്ടുപിടിക്കുമ്പോ ചിരിക്കുന്നത് പോലെ ചിരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറ്റുമോ നിന്നെ കൊണ്ട്? നിനക്ക് പറ്റുമെങ്കിൽ എന്റെ ചെറുപ്പക്കാരോട് എനിക്ക് പറയാറുള്ളത്, എന്റെ നഫ്സിനോടും നിങ്ങളോടും എനിക്ക് പറയാറുള്ളത്, മരിക്കുമ്പോ ചിരിച്ചുകൊണ്ട് കിടക്കണം. നിന്നെ കുറിച്ച് അപരാധം പറഞ്ഞവൻ, പരിഹസിച്ചവൻ, നാണം കെടുത്തിയവൻ, നീ മരിച്ചു കിടക്കുമ്പോ എല്ലാരും പോകുന്നു, ഞാൻ പോയില്ലെങ്കിൽ എന്ത് കരുതും? അവനും കാണാൻ വരും. വരി വരിയായി നിന്നിട്ട് അവസാനം നിന്റെ ജനാസയുടെ മുന്നിൽ വന്ന് മുഖത്തിട്ടിരിക്കുന്ന തുണി ഉയർത്തി നോക്കുമ്പോ അവൻ പോലും നിന്നെ കുറിച്ച് ജീവിച്ചിരുന്ന കാലത്ത് ആവശ്യമില്ലാത്തത് മുഴുവനും പറഞ്ഞവൻ അവിടെ നിന്നുകൊണ്ട് പറയും, അല്ലാഹുവേ എനിക്കും ഇങ്ങനെ ഒരു മരണം. നിന്റെ ചിരിക്കുന്ന മുഖം കാണുമ്പോ മയ്യത്ത് വീട്ടിലേക്ക് കയറുമ്പോഴും വരിക്ക് നിന്നവനോട് നിന്നെ കുറിച്ച് കുറ്റം പറഞ്ഞവൻ ഇറങ്ങി വരുമ്പോ പറയണം, മരിച്ച സിറാജ് മരിച്ചതുപോലെ മരിക്കണം. അവന്റെ മുഖത്തെ പ്രകാശം കണ്ടോ? അവന്റെ മുഖത്തെ പുഞ്ചിരി കണ്ടോ? ചിരിച്ചുകൊണ്ട് കിടക്കുന്നത് കണ്ടോ? അള്ളാഹു അങ്ങനെയുള്ള മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നാളെ കഴിഞ്ഞ റമളാന, ആ അനുഗ്രഹങ്ങളുടെ പൂക്കാലം നമ്മളിലേക്ക് കടന്നു വരുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ അതിനെ സ്വീകരിക്കണം. വെറുതെ നടന്നാ പോരാ, അതിനുവേണ്ടി മനസ്സും ശരീരവും ശുദ്ധമാക്കി ഒരുങ്ങണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. നാളെ കഴിഞ്ഞാൽ പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വരികയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും നോമ്പ് തുറക്കുന്ന സമയത്ത് അള്ളാഹുവെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇരുന്നതിന് പ്രതികാരം ചെയ്യണ പോലെ, സാധാരണ നോമ്പല്ലാത്ത മാസത്തിൽ കഴിക്കുന്നതിനേക്കാളും ഭക്ഷണമാണ് റമളാൻ മാസത്തിൽ നമ്മൾ കഴിക്കണത്. നോമ്പ് തുറക്കാൻ സമയമാകുമ്പോൾ ഭക്ഷണം ഇങ്ങനെ വിളമ്പി വെച്ചിരിക്കുക, ഏത് തിന്നണമെന്നറിയില്ല. എന്നാൽ നമ്മുടെ വീടിന്റെ പരിസരത്ത് പച്ചവെള്ളവും കാരക്കയും കൈ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കണ എത്രയോ കുടുംബങ്ങളുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ മൂസാ നബിയോട് അള്ളാഹു ചോദിച്ചു, അത്രേ, മൂസ, എനിക്ക് വേണ്ടി നീ എന്താ ചെയ്തേ? അള്ളാഹു ചോദിക്കാം മൂസാ നബിയോട്, എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ഞാൻ ഇബാദത്ത് ചെയ്തില്ലേ അല്ലാ, ഞാൻ ഇബാദത്ത് ചെയ്തില്ലേ? ദിക്റുകൾ പറഞ്ഞില്ലേ അല്ലാ പറഞ്ഞു, ഇതെല്ലാം നിനക്ക് വേണ്ടിയല്ലേ, എനിക്ക് വേണ്ടിയല്ലല്ലോ. നീ ഇബാദത്ത് ചെയ്തത് നിനക്ക് സ്വർഗം കിട്ടാൻ, നീ ദിക്റുകൾ പറഞ്ഞത് മീസാനിൽ ഭാരം കൂടെ, ഇതൊക്കെ നീ ചെയ്തത് നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി നീ ഒന്നും ചെയ്തില്ലല്ലോ. മൂസാ നബി കരയാൻ തുടങ്ങി. മൂസാ നബി അള്ളാഹിനോട് ചോദിച്ചു, അല്ലാ നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണ്ടേ? അള്ളാഹു പറഞ്ഞു, മുത്തഈമുൽ ജിആൻ, വിശക്കുന്നവന് നീ ഭക്ഷണം കൊടു, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവന് നീ ഭക്ഷണം കൊടു, അതാണ് എനിക്ക് വേണ്ടി ചെയ്യുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. اللهم بارك لنا في شعبان وبلغنا شهر رمضان. اللهم رب ارحمهما كما ربياني صغيرا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. നിങ്ങളുടെ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് എൻ്റെ പൊന്നുമോനെ നിങ്ങൾ ഉൾപ്പെടുത്തുക. അള്ളാഹു ഇനിയും കാണാൻ ആയുസ് നൽകട്ടെ. വആഖിറു ദുആന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.